അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ ക്രൈം. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അതിനേക്കാൾ എത്രയോ ഇരട്ടി തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലും മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ആ കുട്ടിയുടെ കൂടെ നിൽക്കാനേ പറ്റൂ. ഈ സൈബർ ബുള്ളിയിങ് ആണ് മറ്റതിനേക്കാൾ നല്ലതെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുമോ ജസിത? സൈബർ ബുള്ളിങ്, സൈബർ ബുള്ളിയിങ് അറിയാൻ കൗതുകമുണ്ട്. ഏതാണ് സൗമ്യയുടെ രാഷ്ട്രീയം എന്താണ്? സരിനോട് ചോദിച്ചാൽ അറിയാം. രാഷ്ട്രീയപരമായിട്ടും അങ്ങനെയുള്ള നിലപാടുകളുടെ പേരിലും സരിനോട് ഏറ്റവും കൂടുതൽ അടികൂടുന്ന ആളും ഏറ്റവും കൂടുതൽ സരിനെ വിമർശിക്കുന്ന ആളും ഞങ്ങൾ എത്ര തവണ, പല തവണയും ഞങ്ങൾ അടികൂടി ദിവസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. തോറ്റ MLA പിരായിരി. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ MLA ആയിട്ട് മന്ത്രി കൊച്ചമ്മയൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ ആൾക്കാർ എന്താ പറഞ്ഞത്? കൃത്യമായ ബോധ്യങ്ങളുടെ പുറത്താണ് എന്ന് പറഞ്ഞു. ഗുഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഡോക്ടർ സരിൻ പിയുടെ ജീവിത പങ്കാളിയായിട്ട് അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. യാത്രാ വീഡിയോകളിലൂടെയും ഒപ്പം ആരോഗ്യ സംബന്ധമായ അപ്ഡേറ്റുകളിലൂടെയും നമുക്കൊപ്പം എന്നുമുള്ള, നമ്മൾ എന്നും കാണുന്ന മുഖങ്ങളിൽ ഒരാളായ, ഒരു ആമുഖവും ആവശ്യമില്ലാത്ത ഡോക്ടർ സൗമ്യ സരിൻ ഇന്ന് നമുക്കൊപ്പമുണ്ട്. സൗമ്യ, സ്വാഗതം. താങ്ക് യു. ഞാൻ ഗസ്റ്റായിട്ട് വരാൻ വിളിച്ച സമയത്ത് സൗമ്യ പറഞ്ഞൊരു യാത്രയിലാണ്, നമുക്കത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ആണ് സൗമ്യ പറഞ്ഞത്. ഗ്രീസിലേക്കായിരുന്നു അല്ലേ യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ എൻ്റെ അവസാനത്തെ യാത്രയാണ്. 10-12 രാജ്യങ്ങൾ ഈ വർഷം കാണാൻ പറ്റി. അത് അവസാനം ഗ്രീസ് വെച്ചിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമാണ്. കാരണം ഈ സാന്റോറിനി, നമ്മൾ ഇൻസ്റ്റ തുടങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ കൂടുതൽ യാത്രകളെ പറ്റിയിട്ടും സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഈ സാന്റോറിനിയെ പറ്റിയിട്ടുള്ള വീഡിയോസ് പലരും പോസ്റ്റ് ചെയ്തത് കാണുമ്പോഴൊക്കെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതൊന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ സാന്റോറിനി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി ഗ്രീസ് പോയത്. നല്ല യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്ത കംപ്ലീറ്റ്ലി ഒരു സോളോ ട്രിപ്പ് ആയിരുന്നു ഗ്രീസ്. യാത്രകൾ ചെറുപ്പത്തിലെ ഇഷ്ടമാണോ, അതോ എങ്ങനെയാണ് യാത്രകളിലേക്ക് വന്നത്? ചെറുപ്പം മുതലേ യാത്രകൾ ഇഷ്ടമാണ്, പക്ഷെ ഒട്ടും തന്നെ യാത്ര ചെയ്യാത്ത ഒരു ചെറുപ്പം കൂടിയായിരുന്നു. കാരണം എല്ലാവരെയും പോലെ തന്നെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പോലീസിലെ കോൺസ്റ്റബിൾ ആയിരുന്നു, എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെയും പോലെ ഞാനും എനിക്കൊരു അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ എല്ലാ വെക്കേഷനും അച്ഛൻ പറയും, ഇത്തവണ ഊട്ടിക്ക് പോവാം, അല്ലെങ്കിൽ ഇത്തവണ കൊടൈക്കനാൽ പോവാം. അപ്പം ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കും ഊട്ടിക്കും കൊടൈക്കനാലും ഒക്കെ. കാരണം എൻ്റെ അച്ഛൻ ചെറുപ്പകാലം മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഊട്ടിയിലാണ്. അങ്ങനെ പക്ഷേ 10-15 വയസ്സ്, അതായത് 10ാം ക്ലാസ് വരെയാണ് ഞാൻ വീട്ടിൽ നിന്നത്. അതിനുശേഷം പിന്നെ അറിയാലോ, ഇപ്പോൾ MBBS ആയിട്ടും അങ്ങനെ നമ്മൾ ഹോസ്റ്റൽ ജീവിതം തുടങ്ങി 16ാമത്തെ വയസ്സ് മുതൽ. ഈ 15 വർഷവും ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഊട്ടിയിലും പോയില്ല, കൊടൈക്കനാലിലും പോയില്ല. എല്ലാവരെയും പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഏപ്രിൽ മെയ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ദേശാടനം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും പറയാം, തീർത്ഥാടനം. ഒരു ഗുരുവായൂര്, പിന്നെ ഒരു പഴനി, ഇനി കൂടി പോയി കഴിഞ്ഞാൽ സ്ഥലങ്ങളുണ്ടാവും ലിസ്റ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു തീർത്ഥയാത്രയുടെ സമയമാണത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വെക്കേഷന്റെ യാത്രകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരും പഴനി, ഇനി കൂടിപ്പോയ മധുര, രാമേശ്വരം, അവിടെ വരെ എത്താറുള്ളൂ. അങ്ങനെ 15 വർഷം അങ്ങ് പോയി. അപ്പോൾ ചെറുപ്പത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ യാത്രകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ 2009 എൻ്റെ വിവാഹം കഴിയുന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിന് പുറം തന്നെ ഒന്ന് കാണാൻ തുടങ്ങിയത്. കാരണം സരിൻ അന്ന് സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ഷിംലയിലാണ്. അപ്പോൾ ഞാൻ ഷിംലയാണ് ഒന്ന് ആദ്യമായി കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹണിമൂണൊക്കെ പറയാമെന്ന് പറഞ്ഞ പോലെ ഒന്ന് ഷിംലയാണ് കാണുന്നത്. പിന്നെ സരിൻ്റെ കൂടെ കുറേ അങ്ങനെ നോർത്ത് ഇന്ത്യൻ സരിൻ്റെ കൂടെ കാണാൻ പറ്റി ആ ജോലിയുടെ ഭാഗമായിട്ട്. അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോഴും ഇന്ത്യക്ക് പുറത്തൊന്നും സഞ്ചരിച്ചിട്ടില്ല. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്ക് സമയമുണ്ടല്ലോ, പോവാം. ഞാൻ ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചങ്ങ് കാണാൻ തുടങ്ങിയത് 2021 ശേഷം കേട്ടോ. കാരണം അതിൻ്റെ ഒരു കാരണം ആഫ്റ്റർ കോവിഡ് മാത്രമല്ല, 2021 എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത്. അമ്മ മരിക്കുന്നത് 2021 ഫെബ്രുവരിയിലാണ്. അപ്പോൾ എൻ്റെ അമ്മ, നമ്മുടെയൊക്കെ അമ്മമാർ അങ്ങനെയാണ് അല്ലേ, അവരുടെ ലോകം എന്ന് പറയാൻ, അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്, സ്കൂള്, അമ്മയുടെ അച്ഛനും അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ, മുത്തച്ഛനും അമ്മമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭർത്താവ്, അപ്പം ഒരു ടിപ്പിക്കൽ വീട്ടമ്മ. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളൊരു വീട്ടമ്മ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അമ്മ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ലൈഫോ അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലുമൊക്കെ യാത്ര പോവാം എന്നൊക്കെ പറയുമ്പോൾ അമ്മ എപ്പോഴും പറയുന്നതാണ്, അങ്ങ് റിട്ടയർ ചെയ്യട്ടെ. അമ്മ റിട്ടയർമെൻറ്റിൻ്റെ ആ വർഷമായിരുന്നു, 56ാമത്തെ വയസ്സിൽ ആ മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ ഇരിക്കുമായിരുന്നു. റിട്ടയർ ചെയ്താൽ ഫ്രീ ആയല്ലോ, റിട്ടയർ ചെയ്തിട്ട് നമുക്ക് പോവാം, അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് പോവാം. ഇപ്പം തിരക്കാണ്, അച്ഛനും അമ്മയും നോക്കണം, ജോലിയുണ്ട്, കുടുംബം, വീട്ടിൽ തിരക്ക്. അപ്പോൾ അമ്മ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം
നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. നാളെ ചെയ്യാം, നാളെ ചെയ്യാം. അപ്പോൾ ഈ നാളെ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ഞാനും ഈ പറയുന്ന പോലെ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, എനിക്ക് നാടുകൾ കാണാൻ ഞാൻ എവിടെ കണ്ടു, ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ 2021 മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. പിന്നെ 2023 ഞാൻ ഇങ്ങോട്ട് UAE ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഈസി ആയി, കാരണം ഇവിടുന്ന് ട്രാവലിംഗ് കുറച്ചുകൂടി ഈസി ആണല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇനി നമ്മൾ ഈ നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടിയില്ല. നമുക്ക് എല്ലാം ചെയ്തിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്ക് ഇന്ന് അങ്ങ് പോകേണ്ടി വന്നാലും ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു തോട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ യാത്രകൾ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് യാത്രകൾക്കായിട്ട് മാറ്റി വെക്കണം. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ദുബായ് ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിലാണ് നമ്മളെ യാത്രകൾ സഹായിക്കുന്നത്. ഒന്ന്, ദുബായ് ഒരു ഹബ്ബാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും, ഇപ്പോൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിലും ഒരു മിഡിൽ പോയിന്റ് ആണ്. നമുക്ക് എങ്ങോട്ടുള്ള കണക്ടിവിറ്റി വലിയൊരു കാര്യമാണ്. പിന്നെ ഫിനാൻസ്, നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒബ്വിയസ്ലി ബെറ്റർ പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ വേണം, യാതൊരു സംശയവും. അപ്പോൾ ആ പൈസ കുറച്ചുകൂടി എനിക്ക് കിട്ടി തുടങ്ങിയത് UAE വന്നതിന് ശേഷമാണ്. ഇപ്പോൾ സമ്പാദിക്കുന്നതിന്റെ നല്ലൊരു ശതമാനം യാത്രയിൽ തന്നെയാണ്. എത്ര രാജ്യങ്ങൾ കണ്ടു ഇപ്പം? അങ്ങനെ ഇപ്പം ഏകദേശം 50 അടുക്കുന്നു, 50നോട് അടുക്കുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു 45 46 ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2025 എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. 12 രാജ്യങ്ങൾ ഞാൻ കണ്ടു ടോട്ടൽ ഒരു വർഷത്തിൽ. അത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്, 6 ആഫ്രിക്കൻ കൺട്രീസിൽ ഞാൻ പോയി. അപ്പോൾ ഇനിയും അങ്ങനെ കാണണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഷാർജയിലേക്ക് വന്നത് 2023 പറഞ്ഞു. ഷാർജയിലേക്ക് വരുന്നതിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് യാത്രകൾ കൂടുതലായിട്ട് ചെയ്തതെന്നും പറഞ്ഞു. പക്ഷെ സരനെയും മകളെയും കൊണ്ടുപോകാതുള്ള ഈ യാത്ര ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത്. സത്യം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ യാത്രകളിൽ ഞാൻ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാൻ തുടങ്ങി. കാരണം തുടക്കത്തിൽ ഞാൻ എൻ്റെ പേജിൽ ഹെൽത്ത് വ്ളോഗ്സ് മാത്രമാണ് ചെയ്യുന്നുണ്ടായിരുന്നത്, അങ്ങനെയുള്ള ടോക്കുകൾ. കോവിഡ് സമയത്താണ് അതെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട് തുടങ്ങിയ സമയം അതാണ്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ യാത്രകൾ, ഇപ്പം ഞാൻ യാത്ര ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് ഞാൻ ഇങ്ങനെ കണ്ട പല വീഡിയോസുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സാന്റോർണിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹം തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പോകുന്ന യാത്രകൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ വ്യൂവേഴ്സിനെ കൂടി കാണിച്ചാൽ അത് കാണുമ്പോൾ കണ്ട് സന്തോഷിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ അവർക്ക് അങ്ങോട്ട് പോകാൻ അതൊരു സഹായമാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രാവൽ വ്ളോഗ്സ് കൂടി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ജസീദയ്ക്ക് അറിയാൻ പറ്റും. കുറച്ച് ആളുകളെങ്കിലും ചോദിക്കും, എങ്ങനെയാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്, തന്നെ ഭർത്താവിനെയും കുട്ടിയൊന്നും ഇല്ലാതെ ഫാമിലി ഇങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല കേട്ടോ ജസീദ. കാരണം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അങ്ങനെയായിരുന്നു. കാരണം യാത്ര ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് കുടുംബത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ആവണം, കുടുംബത്തിൻ്റെ കൂടെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ പോകുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുന്ന ആളുകൾ എന്തോ തെറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. പക്ഷേ കാലക്രമേണ നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ മാറി. പക്ഷേ അത് മാറാതെ നിൽക്കുന്ന, ഇപ്പോൾ എന്നെപ്പോലെ പണ്ട് ചിന്തിച്ചിരുന്ന, ഞാൻ എങ്ങനെയാണോ പണ്ട് ചിന്തിച്ചിരുന്നത് അതുപോലെ ചിന്തിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സ്ത്രീകളോട് പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളോട് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടി ടാസ്കിങ് നമുക്ക് വെച്ച് കെട്ടിത്തന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ മൾട്ടി ടാസ്കിങ്ങിന് ഭയങ്കര അടിപൊളി ആൾക്കാരാണെന്നങ്ങ് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ ജോലി ഉണ്ടെങ്കിൽ അത് നോക്കണം. ഇപ്പോൾ അധിക ശതമാനം സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്. മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. അപ്പം അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇത് മാത്രമാണ് സന്തോഷം എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം ഇത് മാത്രമല്ല സന്തോഷം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ ഒരു യാത്ര പോയി നോക്ക്. അപ്പോൾ ഭർത്താവിൻ്റെയും മകളുടെയും കൂടെ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതൊരു സന്തോഷമുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ ഒരു ട്രിപ്പ് അടിക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം വേറെയാണെന്നേ. അങ്ങനെ പല ടൈപ്പ് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ഒരൊറ്റ ഷെല്ലിൽ മാത്രമായിട്ട് തളച്ചിടണ്ട. നമുക്ക് നമ്മുടെ ജോബ് ഒരു ഭാഗമാണ്, ഫാമിലി ഒരു ഭാഗമാണ്, സുഹൃത്തുക്കൾ ഒരു ഭാഗമാണ്. അതല്ലാതെ നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ഞാൻ സോളോ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. നമ്മൾ തനിയെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറക്കുകയാണ്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, നമ്മളെടുത്ത് ചോദിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം വേറൊന്നാണ്. അപ്പൊ ഇതിന് ഓരോന്നിനും പല ഭംഗികളുണ്ട്. അപ്പൊ ആ ഭംഗികള് സൗമ്യ പറഞ്ഞത് സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ കമന്റ് ബോക്സിൽ അധികം സ്ത്രീകളും കൂടി ഉണ്ട് ഈ ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ മാറിയിട്ടും അങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് ഞാൻ 15 വർഷം മുമ്പ് ചിന്തിച്ചിരുന്ന പോലെ ചിന്തിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോഴും. കാര്യം എനിക്ക് അതിന് മാറി ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എൻ്റെ
ജീവിതത്തിൽ. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ അമ്മയുടെ മരണം എനിക്ക് അങ്ങനെ മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോവായിരിക്കും. ഞാനും ചിന്തിക്കും എൻ്റെ അമ്മയെ പോലെ, ഇതൊക്കെ പ്രാരബ്ധങ്ങളൊക്കെ കഴിയട്ടെ, മകളൊന്ന് വലുതാവട്ടെ, അവളൊന്ന് അല്ലെങ്കിൽ അവൾ എവിടേക്കെങ്കിലും ഒരു ഹയർ സ്റ്റഡീസിന് പോട്ടെ, ഒന്നുകൂടി ഫ്രീ ആവട്ടെ, എന്നിട്ട് സഞ്ചരിക്കാം. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അധിക ശതമാനം ആളുകളും നാളെ 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 അല്ലേ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് നാളെ നാളെ നീളെ നീളെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഒരു മൊമെന്റ്സ് ഉണ്ട്, നമ്മളെ റീതിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ വേറെ രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില മൊമെന്റ്സ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള മൊമെന്റ് ഉണ്ടായി. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വലിയൊരു ഫാക്ടറാണ്. ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു, നാളെ മുതൽ ഞാൻ അങ്ങോട്ട് ലോകം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളുകൾ വേണം. എനിക്ക് എൻ്റെ ഒരു ലൈഫ് പാർട്ണർ ഉണ്ട്, എനിക്ക് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പല പല ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ആശുപത്രി ഉണ്ട്, എനിക്ക് അവിടുന്ന് ലീവ് കിട്ടണം, പല കാര്യങ്ങളും ഇല്ലേ. അപ്പോൾ ഈ പറയുന്ന കുറേ ഫാക്ടേഴ്സ് എല്ലാം ഒത്തു വന്നാൽ മാത്രമാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് എനിക്കുണ്ട്, സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി എനിക്കുണ്ട്, ഭർത്താവുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ സഹാനുഭൂതിയോടു കൂടിയാണ് കാണുന്നത്. ഒരിക്കലും എനിക്ക് അവരോട് മോശം തോന്നാറില്ല. അപ്പോഴും ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം, നിങ്ങളിതൊന്ന് പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാവും. അനുഭവം അതെ അതെ അതെ, അത് പോയി നോക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഷാർജയിലേക്ക് വന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ നാട്, അത്തരം അനുഭവങ്ങൾ കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഷാർജയിലേക്ക് ഒരു മാറ്റം. എങ്ങനെയുണ്ട് UAE, എങ്ങനെയുണ്ട് ഷാർജ ജോലി? അടിപൊളിയാണ്. കാര്യം ഞാൻ ഷാർജയെ പറ്റിയിട്ടും UAE പറ്റിയിട്ടും സംസാരിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഇന്ത്യ ഇതിനേക്കാൾ നല്ലതാണ്. അപ്പം ഞാൻ പറയും എല്ലാ രാജ്യങ്ങളും നല്ലതാണ്. പ്രത്യേകമായിട്ട് എനിക്ക് യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം അതാണ് കേട്ടോ ജസീത്ത. കാരണം ഇത്തവണ ഞാൻ ഗ്രീസ് പോയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സാധാരണ ഞാൻ സ്ഥലങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കാറുള്ളത്. ഇത്തവണ ഞാനൊരു വീഡിയോ ഇട്ടു. കുറേ പേരത്, സാധാരണ സ്ഥലത്തേക്കാൾ കൂടുതൽ ആളുകൾ ആ വീഡിയോ കണ്ടു. അത് വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന ആളുകളെ അതെ അതെ അതെ, എപ്പോഴും എന്റെ മനസ്സിലും നല്ല നല്ല ഫോട്ടോസ് ആണ്. എല്ലാവരും ചോദിക്കും ആരെയും കൂടെ ആളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. കാര്യം എല്ലാം നല്ല വീഡിയോസ് നോക്കൂ. നമ്മുടെ റെഡ് ഡ്രസ്സിലുള്ള എല്ലാം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പരിചയപ്പെടുന്ന ആളുകളുണ്ട്. എനിക്ക് ഇത്തവണ ഗ്രീസ് പോയപ്പോൾ 3-4 പേര് അവർ നമ്മുടെ കൂടെ ഡ്രൈവർ കം ഗൈഡ്സ് ആണ്. പക്ഷേ എല്ലാം ആണുങ്ങളാണ്, മെയിൽസ് ആണ്. പക്ഷേ അവർ നമുക്കൊരു രാജ്യത്തെ പറ്റി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളും അവരുടെ പെരുമാറ്റമാണ്. ഇത്രയും നല്ല ആളുകൾ ഇപ്പോൾ ഓരോ യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങളാട്ടോ. എല്ലാം വളരെ ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ തന്നെ ഓരോ രാജ്യത്തിലുള്ള ആളുകളുടെയും നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്. അതിലെനിക്ക് വളരെ വാമായി ഫീൽ ചെയ്തതാണ് ഗ്രീസ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല പോയത് ബേസിക്കലി. പക്ഷെ അവിടെ പോയപ്പോൾ അവിടുത്തെ പുരുഷന്മാർ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു ബഹുമാനം, അവരെപ്പോഴും നമ്മുടെ കാറിന്റെ സൈഡിൽ വന്നിട്ട് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ അവരുടെ ഗസ്റ്റ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുറന്ന് ഇറങ്ങിക്കോളാം, നമുക്കിത് ശീലമില്ലല്ലോ, നമുക്കിതൊന്നും ശീലമില്ല. അപ്പൊ എനിക്കിത് എംബറസിംഗ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തുറന്ന് ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയതുകൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്, ബിക്കോസ് യു ആർ ഫീമെയിൽ ആൻഡ് വി റെസ്പെക്ട് യു. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്ത്രീകളെ അത്ര കണ്ട് ബഹുമാനിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിത് ആരോടും ഇത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പം അവർ ഓരോരുത്തരും 3 പേരും വ്യത്യസ്ത, ഒരാൾ ഡിവോഴ്സിയാണ്, ഒരാൾ നല്ലൊരു കുടുംബസ്ഥനാണ്, ഒരാൾ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഓരോരുത്തരും അവരുടെ ലൈഫിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നത്, ഇന്ത്യയെ പറ്റിയിട്ടുള്ള അവരുടെ പല വിചാരങ്ങൾ. അവർ വളരെയധികം, അതിലൊരാൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ എല്ലാ സീരീസും കാണുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഡൽഹി ക്രൈംസ് പറയുന്ന ഒരു സീരീസിനെ പറ്റിയിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ കാണുമോ? പിന്നെ ഞങ്ങളിതൊക്കെ കാണും. അപ്പോൾ ഡൽഹി റേപ്പ് കേസിനെ പറ്റിയിട്ടാണ് ഡൽഹി ക്രൈംസിലെ ഷെഫാലി ഷാ അഭിനയിച്ച ഒരു സീരീസ്. അപ്പോൾ ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര പുതിയ അനുഭവങ്ങളാണ്. കാരണം ആ നാട്ടുകാർ നമ്മളെ പറ്റിയിട്ട് അറിയും, അവർക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ബേസിക്കലി നമ്മുടെ മനസ്സുണ്ടല്ലോ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വികസിക്കാനും നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബ്രോഡൻ ചെയ്യാനും മനുഷ്യന്മാർ, ഇപ്പോൾ ഞാൻ ആഫ്രിക്കൻ കൺട്രീസിൽ പോയ സമയത്ത് നമ്മൾ അവിടെ വില്ലേജസിലൊക്കെ പോയി. അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ, അവരുടെ പോവർട്ടി, അപ്പോൾ നമ്മൾ പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവരെ, ബ്ലാക്സ് എന്നും പറഞ്ഞിട്ട്. ഈവൻ നമ്മുടെ ഇന്ത്യൻസിന് വരെ റേസിസം, നമ്മൾ അവരോട് റേസിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് അവർ നമ്മളോട് എത്ര കോർഡിയലാണെന്നറിയോ, എത്ര ഫ്രണ്ട്ലി ആണെന്നറിയോ, നല്ല മനുഷ്യരാണ്. പക്ഷെ നമുക്ക് കുറേ തെറ്റിദ്ധാരണകളാണ്. ആഫ്രിക്കൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നെഗറ്റീവ് ഉണ്ടായിരിക്കാം, അതിപ്പോൾ ഇല്ലാത്ത കൺട്രീസ് ഇല്ലല്ലോ. പക്ഷേ അതിൻ്റെ ഒരു നല്ല വശം, ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു വശം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്ത് പോയിട്ട് കറുപ്പും വെളുപ്പും എല്ലാ ആളുകളെയും നമ്മൾ കാണുമ്പോൾ
ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് നമ്മളെ കുറച്ചുകൂടി ഇവോൾവ് ചെയ്യാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആളുകളെ കുറച്ചുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ആളുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ, സോഷ്യൽ മീഡിയയിൽ തന്നെ. അതെ, ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പം സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാറിന്റെ ഡോറ് വരെ തുറന്നു കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലാണ് ഒരു പെൺകുട്ടിക്ക്, അതായത് കൃത്യമായിട്ടുള്ള ഒരു ദുരനുഭവം നടന്നു, അതെ. ഇതാ എനിക്ക് നേരെ ഒരു അനീതി നടന്നിരിക്കുന്നു, അതിനെതിരെ ഞാൻ കേസ് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കാണ് ഒരു പോസ്റ്റ് ഇടേണ്ടി വരുന്നത്, ഞാനൊരു ഇരയല്ല, ഞാനൊരു സർവൈവർ അല്ല, അതെ, ഞാനൊരു ഹ്യൂമൻ മനുഷ്യനാണ്, ബീയിങ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ എന്നെ നിരന്തരം ജീവിക്കാൻ അതെ അതെ അനുവദിക്കൂ എന്ന് എന്ന് ആ പെൺകുട്ടി എനിക്കത് പറയാണ്. വായിച്ചപ്പോണ്ടല്ലോ. ആക്ച്വലി എന്താ പറയാ, നമുക്ക് ദുഃഖത്തിനപ്പുറം നമുക്കൊരു പെയിൻ വരില്ലേ. നമുക്ക് എനിക്ക് ആ പെൺകുട്ടിയെ നേരിട്ട് അറിയില്ല, പേഴ്സണൽ ആയിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഗ്രീഫ് എന്ന് പറയുന്ന ഒരു വികാരം, ലൈക്ക് അത് ദുഃഖത്തിനപ്പുറമാണ്. നമ്മൾ നിസ്സഹായരായിരിക്കുക, നമ്മുടെ മുന്നിൽ കൺമുമ്പിൽ കാണുന്ന ഒരു അനീതി കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഹെൽപ്ലെസ് ആയി പോകുന്ന ഒരു അവസ്ഥ, ഗതികേട്. അതെ. അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഗ്രീസിലെ ഒരാൾ ഡൽഹി ക്രൈംസ്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് സങ്കടം തോന്നി. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡൽഹി റേപ്പ് കേസ് ഉണ്ടായിട്ട് ഒരു പെൺകുട്ടി ഇത്രയും ഉം. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അവിടുത്തെ ഗവൺമെന്റ് ചോദിച്ചോ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി രാത്രി ഇറങ്ങി നടന്നതെന്നുള്ളത്? അങ്ങനെ ശരിക്കും ഉണ്ടായോ നിങ്ങളുടെ നാട്ടിൽ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ചമ്മലാണ് തോന്നിയത്. പക്ഷേ അവർ അപ്പം എന്നോട് ഹി വാസ് അൺമാരീഡ്, ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ്, 36 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ അയാൾ എന്നോട് പറയായിരുന്നു, ഒരു മനുഷ്യന്, മാഡം ഞാൻ വിചാരിക്കുന്നത് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് അവളുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരു ഭരണകൂടം ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിച്ചത്. അത് ശരിക്കും ഉണ്ടായോ? കാരണം ഹീസ് നോട്ട് ലൈക്ക്, അയാൾ അത് കണ്ടപ്പോൾ അങ്ങനെ ശരിക്കും ഉണ്ടായോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഓരോ രാജ്യത്തും അപ്പോൾ അവരുടെ രാജ്യത്തിലും എല്ലാവരും നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു അവസ്ഥ അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്, ജസീത്തയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനെതിരെ ആ പെൺകുട്ടിക്ക് എതിരെ കമൻ്റ് ഇടുന്നവരിലും പോസ്റ്റ് ഇടുന്നവരിലും നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. അതുപോട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഏത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലെ, ഇപ്പോൾ റീസെൻ്റ്ലി 2 മാസത്തിനുള്ളിൽ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു MLA-ക്കെതിരെയുള്ള ആരോപണം നമ്മൾ കണ്ടു, ഇപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടു. ഇതിലെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതും സ്ത്രീകളാണ്. അത് പകൽ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അവരെ ഒരു മനസാക്ഷി കുത്തൂല്ലാതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സ്ത്രീകളാണ്. അല്ല, മാത്രമല്ല സോഷ്യൽ മീഡിയ മുതൽ ഒരു സിനിമ വരെ ഇപ്പോൾ ആ പെൺകുട്ടിയെ അപഹസിക്കുന്ന രീതിയിലുള്ള റെഫറൻസുകൾ വരെ. ആ തിരക്കഥ എഴുതിയാലും ഒരു പെൺകുട്ടിയില്ലേ? അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ വിരോധാഭാസമാണ് അത്. അപ്പൊ ഇങ്ങനെ മനുഷ്യർ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്ന ഒരു വിഷയം കൂടിയല്ലേ അത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആളുകളോട് പറയുന്നത്, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലോകം കാണണം. നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇങ്ങനെ ജീവിച്ചിട്ടേ, ഇപ്പൊ ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലോകം എന്നാണ് എല്ലാവരുടെയും വിചാരം. അവിടെ ഇരുന്ന് എന്തും പറയുക, അതിലെ നന്മയോ തിന്മയോ അല്ലെങ്കിൽ അതിലെ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന നീതിയോ ഒന്നും നോക്കാതെ എന്തും ഇരുന്ന് പറയാനുള്ള ഒരു ഇടമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെയധികം വ്യത്യാസം തോന്നിയ ഒരു കാര്യമാണ്. കുറച്ചും കൂടിയൊക്കെ ലോകം കാണുമ്പോൾ നമുക്ക് ആളുകളെ മനസ്സിലാക്കാനും ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആളുകളെ ഉൾക്കൊള്ളാനും നമുക്ക് പറ്റും. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് പറ്റാത്തത് അതാ. ഇപ്പോൾ ജസീത്ത എഴുതിയതിന് ഒരു എതിരഭിപ്രായം എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കത് രേഖപ്പെടുത്താം, ഡെഫിനറ്റ്ലി, അതാണ് നമ്മുടെ ജനാധിപത്യം. പക്ഷെ അത് മാന്യമായി പറയുക, അല്ലേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് എതിരഭിപ്രായമുണ്ട്, മാന്യമായിട്ട് പറയാലോ. പക്ഷെ ഇന്ന് ഇതൊക്കെയാണ് എന്റെ വിഷൻ, ഞാൻ ഇങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്, എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്ന്, അതിൽ യാതൊരു പ്രശ്നവുമില്ല, അതിനൊരു ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ, ഈ ഒരു എതിരഭിപ്രായം ഒന്നും അല്ല, ബേസിക്കലി അങ്ങനെ അധിക്ഷേപിക്കുകയാണ്, അപമാനിക്കുകയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഒത്തിരി കമന്റ് ബോക്സ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലോകം കണ്ടുകൊണ്ട് കുറച്ചൊക്കെ കണ്ടോണ്ടായിരിക്കാം എനിക്ക് അതിനോടൊക്കെ ഒരു തരം നിസ്സംഗത ഇപ്പൊ വന്നു, നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തി. കാരണം ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാര്യം ഇവരോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, എന്റെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ഞാൻ പറയും, തുടക്കത്തിൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സമയത്തിന് വിലയുണ്ട്. ഈ പറയുന്ന ആളുകളുടെ, ഇങ്ങനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മോശം കമരുന്ന ആളുകളുടെ സമയത്തിന് അവർക്ക് വിലയില്ല. അവർക്ക് ബേസിക്കലി അവരുടെ ഒരു അക്ഷരത്തിനും വിലയില്ല. പക്ഷേ എനിക്ക് എൻ്റെ സമയത്തിനും വിലയുണ്ട്, ഞാൻ എഴുതുന്ന ഓരോ അക്ഷരങ്ങൾക്കും എനിക്ക് വിലയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ പ്രതികരിച്ച് എൻ്റെ സമയം, വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കണില്ല.
അവഗണിക്കേണ്ടതിനെ അവഗണിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ പോസ്റ്റ് ഇട്ട ഒരു സാഹചര്യമുണ്ട്. അതെ. ഇപ്പം സൗമ്യ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അറ്റാക്കുകൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിലൂടെ ഡിപ്രഷനായി പോകുന്നവരുണ്ട്. പിന്നെ പക്ഷെ ആ ഡിപ്രഷൻ ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും ഒക്കെ വട്ട് എന്നുള്ള ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയുന്നവരും കൂടി നമ്മുടെ അതെ. ഇടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നമ്മളിപ്പോൾ പരാമർശിച്ച രണ്ട് വിഷയങ്ങളിലും ഏറ്റവും അധികം അത് ബാധിച്ചിരിക്കുന്നത് സ്ത്രീകളെ മാത്രമാണ്. അതെ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് വിജയാഘോഷം നടത്താം, പക്ഷേ ഒരു റീലുകൾ കടയിൽ ഉണ്ടാക്കാം. വന്നിരുന്നിട്ട് ചായ കുടിക്കാം. അതെ, BGM വെച്ച് റീലുകൾ ഉണ്ടാക്കാം. അതെ അതെ, ഒന്നും കെയർ ചെയ്യുന്നില്ല, ഹു അതെ, കെയർസ് അതെ, എന്നുള്ള അതെ, കറക്റ്റ് അതെ, ആയിട്ടുള്ള. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സ്ത്രീകളെ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഈ പവർഫുൾ ആവണം, തിരിച്ചു വരണം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് പറയാൻ കഴിയും. അത് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിന്നൊന്ന് മറികടക്കാൻ, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങനെ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ? ജസിത, ഇങ്ങനെയുള്ള ഏത് അവസ്ഥയിൽപ്പെടുന്ന സ്ത്രീകളെയും ഞാൻ മുൻധാരണയോടുകൂടി കാണാറില്ല. ഞാൻ ഒരാളെയും മുൻധാരണയോടുകൂടി കാണാറില്ല. അതൊക്കെ ഒരു കാലക്രമേണ വന്നൊരു ചേഞ്ച് ഓഫ് തോട്ടാണ് കേട്ടോ. കാര്യം തുടക്കത്തിൽ അങ്ങനെയൊന്നും ആവില്ല. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യായിരുന്നില്ലേ. പലരും പറയുന്നത് കേട്ടു, ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താ തലയിൽ, ഇത്രയും പഠിച്ച വിവരമുള്ള പെൺകുട്ടികളല്ലേ, ഇവരൊക്കെ ഇത്ര പൊട്ടത്തികളായിരുന്നു, ഇത്രയും ബുദ്ധിശൂന്യരായിരുന്നു, ഇവർക്ക് അറിവായിരുന്നില്ലേ, ഇവർ അറിഞ്ഞുകൊണ്ട് പോയി ചാടിയതല്ലേ. ചിലർ പറയുന്നത് കേട്ടു, ഇവരൊക്കെ, അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്തിനെ അതിനോടുള്ള സെൽഫിഷ്നെസ് കൊണ്ട് അങ്ങനെ ഇത് അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് പോയിട്ട് നിന്നു കൊടുത്തതല്ലേ എന്ന്. ഓക്കെ, എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം അതാണ്. എല്ലാവരും താഴെ വന്ന്, സ്ത്രീകൾ വരെ അതല്ലേ പറയുന്നത്, എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വന്നിട്ട് കണ്ണീര് പൊഴിക്കുന്നു, പൂങ്കണ്ണീര് പൊഴിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് നമുക്കൊന്നിനെയും മുൻധാരണയോടുകൂടി കാണാൻ സാധിക്കില്ല. ഒരു സെയിങ്ങില്ലേ, നമുക്കെല്ലാം കെട്ടുകഥകളാണ്. എപ്പോൾ വരെ? ഒന്നുകിൽ നമ്മളത് അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആള് അത് അനുഭവിക്കണം. നമ്മളത് നേരിട്ട് കാണുകയോ അനുഭവിക്കുന്നതോ വരെ നമുക്കിതൊക്കെ കെട്ടുകഥകളാണ്. ഇപ്പൊ ഡിപ്രഷനെ പറ്റി കളിയാക്കി ചിരിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ കെട്ടുകഥയും തമാശയൊക്കെയാണ്. എപ്പോൾ അവർക്കത് മനസ്സിലാവുന്ന അറിയോ? ഒന്നുകിൽ അവരാ അവസ്ഥയിലൂടെ കടന്നു പോകാത്തൊരവസ്ഥ ഉണ്ടാവട്ടെ, ഒരിക്കലും ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെ കടന്നു പോകേണ്ടി വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, ഇത് ചിരിച്ചു തള്ളേണ്ട, കളിയാക്കേണ്ട, അല്ലെങ്കിൽ പണിയില്ലാത്ത ആളുകൾക്ക് തോന്നുന്ന തോന്നലല്ല ഡിപ്രഷൻ എന്നുള്ളത് അന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത ഒരു ആളെ, ഏറ്റവും അടുപ്പമുള്ള ഒരാളെ അവരിതിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെടണം. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും. അതുവരെ നമുക്കൊക്കെ കളിയാക്കി ചിരിക്കാം, പുച്ഛിക്കാം, പരിഹസിക്കാം, അട്ടഹസിക്കാം, ഇതൊക്കെ ആവാം, തോന്നലാണ്, നേരം പോക്കാണെന്നൊക്കെ പറയാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളുടെ കാര്യവും. നമുക്ക് അപ്പുറത്തിരുന്നിട്ട്, ഇപ്പോൾ ജസീത്ത അവിടെ ഒരു കാര്യം അനുഭവിക്കുന്നു, എനിക്കിതാ നേരെ ഇപ്പുറത്തിരുന്നിട്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ പറ്റിയിട്ട് കമന്റുകൾ അടിച്ചിറക്കാം. അങ്ങനെ ചെയ്യായിരുന്നല്ലോ, തനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ, അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ഈസിയാ. പക്ഷേ നമ്മളെപ്പോഴും പറയില്ലേ, അവരുടെ ചെരുപ്പിൽ നിന്ന് നോക്കണം, അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് നോക്കണം. അവരെ എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അവരാണ് അത് അനുഭവിച്ചത്, അവരാണ് ആ അവസ്ഥയിലൂടെ കടന്നുപോയത്. അപ്പോൾ അത് മനസ്സിലാക്കി അവരോട് കൂടെ നിന്ന് സഹതപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പുറത്ത് നിന്നിട്ട് കുറെ അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്ന, ഞാനും പ്രണയിച്ച ഒരാളാണ്. നമ്മൾ പ്രണയിച്ച എല്ലാവർക്കും അത് മനസ്സിലാവും. കാരണം പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് കോമൺ സെൻസും ലോജിക്കും ഒന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല. നമ്മൾ അതിൽ തലകുത്തി നിന്ന് പ്രണയിക്കുമ്പോൾ കണ്ണു മൂക്കില്ല എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ ആ വ്യക്തി പറയുന്നത് എല്ലാം വിശ്വസിക്കും. അപ്പം നമ്മുടെ തലയിൽ നമ്മൾക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും, എത്ര വിവരം ഉണ്ടെങ്കിലും, നമ്മൾ എത്രത്തോളം സ്മാർട്ട് ആണെങ്കിലും, അപ്പം ഈ സ്മാർട്ട്നെസ്സും കോമൺ സെൻസും ഒന്നും വർക്കൗട്ട് ആവില്ല. അത് എനിക്ക് ഉറപ്പാണ്, പ്രണയിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ അദ്ദേഹം രാത്രി പകലാണ് പറഞ്ഞാൽ നമ്മൾ അതും വിശ്വസിക്കും. അതാണ് അതിൻ്റെ ഒരു മാജിക്ക്. പക്ഷേ ഈ പറയുന്ന പോലെ ചിലപ്പോൾ അത് ഈ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എടുക്കുന്ന സമയത്ത് ഇപ്പോ ഡെഫിനറ്റ്ലി ആ പെൺകുട്ടികൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഞാൻ എന്താ ചെയ്തത്, അല്ലെ? എത്രത്തോളം അവര് സ്വയം പഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ അതിനേക്കാൾ ഉപരി ഈ പറയുന്ന പോസ്റ്റുകളും ഇതൊക്കെ അവരും വായിക്കുന്നുണ്ടാവുമല്ലോ. ഇവരൊക്കെ ഇങ്ങനെയായിരുന്നു, ഇവര് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ, അതൊക്കെ വായിക്കുന്ന സമയത്ത് അവനവന് പറ്റിയ ഡെഫിനറ്റ്ലി അവര് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ. പക്ഷെ അത് പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും കുത്തിനോയിപ്പിക്കുകയാണോ നമ്മൾ വേണ്ടത്? അവർക്ക് അങ്ങനെ പറ്റി, അവര് ഈ പറഞ്ഞ വ്യക്തിയെ പൂർണ്ണമായി വിശ്വസിച്ചു, അവര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്തു, അവരൊരു തെറ്റ് ചെയ്തു എന്ന് അവർക്ക് തന്നെ
അത് അവർ തുറന്നു വന്ന് പറയുകയാണ്. പക്ഷേ ഈ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അതിനേക്കാൾ എത്രയോ ഇരട്ടി തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? കാരണം അറിഞ്ഞുകൊണ്ട് ഇവർ അൺനോയിങ്ലി ആയിരുന്നു. ഇവര് വിശ്വാസത്തിന്റെ പുറത്തും ആ ഒരു ഗാഢമായ വിശ്വാസത്തിന്റെ പുറത്ത് അവരൊരു കാര്യം ചെയ്തു. അന്ന് അവർക്കത് തെറ്റായിരുന്നില്ല, ലൈക്ക് ആ സമയത്ത് ശരിയായിരുന്നു. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ഇത് ഒരാളോടല്ല, മൾട്ടിപ്പിൾ ആളുകളുടെ അടുത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ ക്രൈം. നമുക്കറിയാം നാളെ നമ്മൾ ഈ വ്യക്തിയോട് ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? മനസാക്ഷിയുള്ള, നോക്കൂ, ഇതിൽ ഒരു പാർട്ടി നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ ആൾക്കാർ എന്താ പറഞ്ഞത്? കൃത്യമായ ബോധ്യങ്ങളുടെ പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് പറയണം? മനസാക്ഷി മതിയെന്നേ. ഇതിൽ ഒരു പാർട്ടിയും നോക്കണ്ട, മുഖം നോക്കേണ്ട കാര്യമില്ല ഇതിന്. ഇത് ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു വികാരമാണ്. മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും അതിനെ എതിർക്കാൻ മാത്രമേ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലും മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ആ കുട്ടിയുടെ കൂടെ നിൽക്കാനേ പറ്റൂ. അതിന് നിങ്ങൾ ഒരു തരത്തിലും, ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഫാനായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനും വലിയ ആരാധിക ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഫിലിംസ് ഒക്കെ. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ പറ്റില്ലല്ലോ. ഒരു സംഭവത്തെ നമുക്ക് അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ തെറ്റോ ശരിയോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നിയമത്തിന്റെ ഇതിലിരിക്കുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ ഇനിയും കോടതികളുണ്ട്, അത് മുന്നോട്ട് പോട്ടെ. പക്ഷെ നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഗതിയുണ്ട്. നമ്മൾ ആരുടെ കൂടെ നമ്മുടെ മനസ്സുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷെ ആ കുട്ടി തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് അത് വീണ്ടും ഒരു ഇതിലേക്ക് വരുന്നു എന്നുള്ളത് അവരുടെ വിൽ പവർ തന്നെയല്ലേ കാണിക്കുന്നത്? ഡെഫിനറ്റ്ലി. അതിപ്പോ ഈ പറയുന്ന എല്ലാ കേസുകളിലും പരാതിയുമായിട്ട് മുന്നോട്ട് വന്ന പെൺകുട്ടികളെ എല്ലാവരും അത്രത്തോളം, ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകൾ പരാതികളില്ലാതെ മറയത്ത് നിൽക്കുന്നുണ്ട് പേടിച്ചിട്ട്. നമ്മൾ കണ്ടതല്ലേ പരാതിയുമായിട്ട്. ഇപ്പൊ ഈ അതിജീവിതകൾ എന്ന് പറയുന്ന, ഞാൻ ഒരു കേസ് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ വന്ന എല്ലാ കേസുകളിലും ഈ സ്ത്രീകൾ നേരിടുന്ന സൈബർ ബുള്ളിങ് നമ്മൾ കാണുന്നില്ലേ? നമുക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങാണ്. അപ്പോ അത്ര കണ്ട് അശ്ലീലമാണ് പറയുന്നത്. ശരിക്കും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീകളുടെ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്. അപ്പോ ഇത് എത്രയോ പേർ ഈ മുന്നോട്ട് വരാത്ത സ്ത്രീകൾ അവരുടെ വീടുകളിൽ അവരുടെ മൊബൈലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ മനസ്സിലാക്കേണ്ടത്? നാളെ ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. എത്ര സ്ത്രീകൾ മുന്നോട്ട് വരും? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി ശരിക്കും ഒരു പ്ലാൻഡ് ക്രൈമാണ്. കാരണം വന്ന ആളുകളെ അങ്ങ് തകർത്ത് കളയുക, സോ ദാറ്റ് ഇനി ഒരാളും വരരുത്, ഇനി ഒരാളും മുന്നോട്ട് വരരുത്. അത് തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടികളുടെ കൂടെ നിൽക്കേണ്ട സമയമാണിത്. അറ്റ്ലീസ്റ്റ് സ്ത്രീകളെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിക്കൂ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇതേ സ്റ്റാൻഡ് തന്നെയാണോ എടുക്കുക എന്നൊന്ന് ആലോചിക്കുക. ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സരിന്റെ രാഷ്ട്രീയം കൂടി ചർച്ചയാവുന്നതാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് സൗമ്യക്കെതിരെയും ഈ സൈബർ ബുള്ളിയിങ് എന്നുള്ളത് വളരെ പ്രകടമായിട്ട് വന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ നേരിട്ട രണ്ടുപേരാണ്, സൗമ്യയാണെങ്കിലും സരനാണെങ്കിലും. അപ്പൊ അന്ന് പാർട്ടി മാറുന്ന ഒരു സന്ദർഭത്തിൽ പറഞ്ഞു കേട്ടൊരു കാര്യം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. പക്ഷേ സൗമ്യ തന്നെ പറഞ്ഞതുപോലെയാണെങ്കിൽ കാലത്തിന്റെ കാവ്യനീതി അത് കുറച്ച് നേരത്തെ ആയി എന്നുള്ളത് മാത്രമാണ്. അപ്പൊ സരിനായിരുന്നു ശരി എന്നുള്ളത് തെളിയിക്കപ്പെട്ടു, അല്ലെങ്കിൽ കാലം അത് അങ്ങനെ തെളിയിച്ചു എന്ന് തന്നെയാണോ സൗമ്യ വിശ്വസിക്കുന്നത്? ഞാൻ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടൊരു അഭിപ്രായമല്ല പറയുന്നത്. സരിനെ ഞാൻ പരിചയപ്പെടുന്നത് 2003 ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 2026 ആവാൻ പോകുന്നു. 22-23 വർഷമായി. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് അറിയാം. സരിൻ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ രണ്ടുപേരും. അന്ന് എന്ത് പാർട്ടി, എൻ്റെ ലൈഫ് പാർട്ണറെ കാണുന്നതെന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് മാത്രമാണ്. അതിപ്പോൾ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ. കാര്യം അത് ഒരു തരത്തിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങളെയും ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു, അത് വ്യക്തിപരമായിട്ടൊരു ചോയ്സാണ്. അതിൽ അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കെന്താണ്? അദ്ദേഹം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ വഴിയാണ് രാഷ്ട്രീയം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ വഴിയാണ് മെഡിക്കൽ ഫീൽഡ്. ഞാൻ നാളെ എൻ്റെ ആശുപത്രിയിൽ എനിക്ക് പറ്റുന്നില്ല, അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി, എനിക്ക് എൻ്റെ എത്തിക്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ ആശുപത്രിയിൽ റിസൈൻ ചെയ്തിട്ട് വേറൊരു ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതിൽ സരിൻ എന്തെങ്കിലും റോളുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഒരു തീരുമാനമാണ് സരിൻ ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത് വന്ന സമയത്ത് കാരണങ്ങൾ എന്തോ കൊണ്ട്, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്,
കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ അത് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ആ കാരണങ്ങൾ പലതും പുറമേക്ക് വരുന്നു, മറ നീക്കി പുറത്തു വരുന്നു. അതാണ് ഞാൻ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞത്. നമുക്കിതെല്ലാം ആളുകൾക്ക് പോയിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പ്രത്യേകിച്ചും അന്നത്തെ സാഹചര്യത്തിൽ അതാരും കേൾക്കുകയും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക പ്രശ്നം വന്നപ്പോഴും നമ്മൾ ഇതിനെതിരെ ഞാൻ സംസാരിച്ചപ്പോഴും അതിനെ രാഷ്ട്രീയപരമായിട്ടാണ് ആളുകൾ കാണുന്നത്. കാരണം എനിക്ക് അതാണ് വിഷമം. ജസീത, ഞാൻ എൻ്റെ മനസാക്ഷിക്ക് കൈവച്ച് പറയുകയാണ്, സൈരൻ ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് നിന്നിരുന്നതെന്ന് വെക്കൂ, ഈ ഒരു പ്രശ്നം പൊന്തി വന്നിരുന്നു എന്ന് വെക്കൂ, ഇന്ന് എൻ്റെ നിലപാട് എന്താണോ ഇത് തന്നെയായിരിക്കും അന്നും എൻ്റെ നിലപാട്. സൈരൻ കോൺഗ്രസിലാണോ കമ്മ്യൂണിസ്റ്റിലാണോ എന്ന് നോക്കിയിട്ടല്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. കാരണം എന്നെ അത് ബാധിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ പകൽ പോലെ വെളിച്ചമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമമാണ് മറ നീക്കി പുറത്തു വന്നത്. ആ വ്യക്തി ഏത് പാർട്ടിയാലും എനിക്കെന്താ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പാർട്ടിയാണോ എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. സൈരൻ കോൺഗ്രസിലായിരുന്നെങ്കിലും ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും. അതിലെന്ത് വരായക വരും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ അത് ബാധിക്കും എന്നുള്ളതൊന്നും ഞാൻ അന്നും ഇന്നും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാറില്ല. അത് സൗമ്യനെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം കാവൽ മാലാഖകളാവേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം നമുക്കത് വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കംപ്ലീറ്റ്ലി വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല. ഞങ്ങൾ രണ്ടുപേരുടെയും പ്രൊഫഷൻസ്, ഇപ്പോൾ ഒരാള് പൊളിറ്റിക്കലാണ്, ഒരാള് അതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ആർജവും ഒക്കെ ഞങ്ങൾ ഇത്രയും കാലത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ വീക്കാവുന്നു, ഒരാൾ താണു, അല്ലെങ്കിൽ ഒരാൾ വീണു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞങ്ങൾ അപ്പുറത്ത് ഉണ്ടായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടത് പരസ്പര ബഹുമാനമാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത്, സരിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മനുഷ്യനിൽ നിന്നും മനസാക്ഷിയും, അല്ലെങ്കിൽ ഒരു മനുഷ്യന് മിനിമം നമ്മൾ വേണ്ട നന്മ. അതിൻ്റെ അർത്ഥം എല്ലാവരും പറയാറുണ്ട് ഞാൻ ഭർത്താവിനെ വെളുപ്പിക്കുന്നു. എനിക്കെന്തിനാ ഭർത്താവിനെ വെളുപ്പിക്കേണ്ട കാര്യം? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞ മര്യാദ പുരുഷോത്തമനാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെ ആരും ഇല്ലെന്നേ. ഞാനെല്ലാം തികഞ്ഞ ആളാണോ? എനിക്ക് ധാരാളം ഫ്ലോസ് ഉണ്ട്, അദ്ദേഹത്തിനും ധാരാളം. ഈ 10-23 വർഷത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ നന്മ മാത്രമല്ല, ഞങ്ങളുടെ തിന്മകളുമാണ്. ജസീത്ത അങ്ങനെ ആയിരിക്കില്ലേ? നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ണറിനെ 10-20 വർഷം ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആദ്യം അയാളുടെ നന്മ മാത്രം നല്ലതാണ് നമ്മൾ കാണുക, അല്ലെ? നമ്മൾ പ്രണയിക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് നല്ല ഭാഗം, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രോഡുകളൊക്കെ പുറത്തു വരും. കുറച്ച് കാലം നമുക്ക് അഭിനയിക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെയും നെഗറ്റീവ് പുറത്തു വരും, അദ്ദേഹത്തിൻ്റെയും നെഗറ്റീവ് പുറത്തു വരും. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവുകൾ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവുകളെക്കാൾ വളരെയധികം ഔട്ട് നമ്പർ ചെയ്യുകയും ഏറ്റവും മിനിമം നമ്മൾ ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റികൾ അദ്ദേഹത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താലേ എനിക്ക് ആ വ്യക്തിയുടെ കൂടെ ഇപ്പോഴും ജീവിക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിട്ട് സരിൻ അത് കൈമോശം വന്നിട്ടില്ല എന്ന് തന്നെ ഇത്രയും കാലം ഇന്ന് വരെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഈ സൗമ്യ സരിൻ എന്ന് പറയുന്ന ആ സെക്കൻഡ് ഹാഫായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇനി അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നു എന്ന് വെക്കുക, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെ ആ രീതിയിലുള്ള മൂല്യങ്ങൾ അദ്ദേഹത്തിന് കൈമോശം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെങ്ങനെയാണ് ആ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ സരിൻ നാളെ, ഇപ്പോൾ പലരും പറയാറുണ്ട് സരിൻ MLA ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. MLA ഒരിക്കലും, ഞാൻ പറയാറുണ്ട് എനിക്ക് സരിൻ MLA ആവണമെന്നോ മന്ത്രി ആവണമെന്നോ. സരിൻ വലിയൊരു ജോലി ഇരുന്ന് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നാളെ എൻ്റെ ഭർത്താവ് ജോലി റിസൈൻ ചെയ്ത് വന്ന് നേരെ മന്ത്രിയാവുമെന്ന് വിശ്വസിച്ചിട്ടാണോ ഞാൻ അതിനെ സമ്മതിച്ചത്? അല്ല, സരിനും അങ്ങനെ തന്നെ അല്ല, ഒരിക്കലും അല്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ബേസിക് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം ആസ് എ പേഴ്സൺ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ഞാൻ UAE വരാനുള്ള തീരുമാനം കംപ്ലീറ്റ്ലി തനിയെടുത്ത ഒരാളാണ്. അന്ന് സരിൻ എൻ്റെ അടുത്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. സരിൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നിനക്ക് അവിടെ പോയിട്ട് നീ ഹാപ്പി ആവും, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഗുണങ്ങൾ നീ ഇതിന് ഒരു പോസിറ്റീവായിട്ട് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കരിയറിൽ, നിൻ്റെ പ്രൊഫഷനിൽ നിനക്ക് ഇതിനൊരു വാല്യൂ അഡീഷൻ നിനക്ക് കിട്ടുന്നു തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരു ഭർത്താവായിട്ട് സെൽഫിഷായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നോട് തനിയെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമില്ല, അല്ലെ? ഒരു ഭക്ഷണം ഇല്ല. അമ്മ കൂടിയാണ്. ഞാൻ മാത്രമല്ല വിട്ടുപോരുന്നത്, മോളും വിട്ടുപോരുകയാണ്. ഒരു ഫാമിലിയാണ് രണ്ട് രീതിയിൽ, രണ്ട് സ്ഥലത്താവുന്നത്. സരിനെ സംബന്ധിച്ചിട്ട് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, എല്ലാം പുറത്തുനിന്ന് ഭക്ഷണം, അങ്ങനെ ഒരു ജീവിതമായി. ഞങ്ങളുടെ ജീവിതമേ കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ സെൽഫിഷായിട്ട് ചിന്തിക്കുകയായിരുന്നെങ്കിൽ നീ പോണ്ട എന്ന് പറയാൻ ഈസി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്പേസ് അതാണ്. അപ്പോൾ സരിൻ പാർട്ടി മാറുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഡെഫിനറ്റ്ലി അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷനേ ആയിരുന്നില്ല. അത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടൊരു ഡിസിഷൻ ആയിരുന്നു സരിനെ സംബന്ധിച്ചിട്ട്. പക്ഷേ സരിന് സരിൻ്റേതായിട്ടുള്ള സോളിഡ് റീസൺസ് ഉണ്ടായിരുന്നു എന്നുള്ളത്.
ആ മാറുന്ന സമയത്ത് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല ലൈക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത്. അത് പറഞ്ഞ എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഞാനിവിടെ ഷാർജയിലാണ്, ഞാനും ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു. കാരണം ആ സമയത്ത് സൈരൻ വളരെ സ്റ്റോമി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നുണ്ടായിരുന്നത്. എല്ലാം എന്നെ വിളിച്ച് അപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അച്ഛനും ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പ്രസ് മീറ്റ് കാണുന്നു. ഞങ്ങളും ബാക്കിയുള്ള ആളുകളെ പോലെ തന്നെയാണ്. പലരും എന്നെ വിളിച്ചിട്ട് എനിക്കറിയുന്ന പോലെ പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൂടെ തന്നെ. എന്താണ് സംഭവിക്കണം നമുക്ക് നോക്കാം. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, സരിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സരിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. ആ കാരണത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ചില്ലറ കാരണങ്ങൾ കൊണ്ട് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ അവിടെ സീറ്റ് കിട്ടാത്തതുകൊണ്ട് സരിൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ പറയുന്ന ആളുകൾക്ക് സരിനെ അറിഞ്ഞിട്ടല്ല പറയുന്നത്. നിങ്ങൾ പലതും സോഷ്യൽ മീഡിയയിൽ നമ്മളെ കുറ്റം പറയുന്നത് ആരാ? നമ്മളെ അറിയാത്ത, നമ്മൾ എന്താണെന്ന് അറിയാത്ത, പലപ്പോഴും ഒരു ID പോലും ഇല്ലാത്ത, സ്വന്തം പേരും DP പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്ത ആരൊക്കെയാണ് നമ്മളെ ഇരുന്ന് കുറ്റം പറയുന്നത്. നമ്മളെ പറ്റി ഒന്നും അവർക്ക് അറിയില്ല. പക്ഷേ ഞാൻ സരിനെ പറ്റി അങ്ങനെയല്ലല്ലോ, എനിക്ക് ആ വ്യക്തിയെ പറ്റി അറിയാം. അപ്പം അതുകൊണ്ട് കാര്യമായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കും. എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പാർട്ടി വിടുന്നത്. ബട്ട് ആ റീസൺസിന് ഞാൻ വില കൊടുത്തു. ഞാൻ മാത്രമല്ല കേട്ടോ, സരിനെ വിശ്വസിക്കുന്ന സരിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇന്നും കോൺഗ്രസ് പാർട്ടിയിലുള്ള വളരെ കൂടുതൽ ആളുകൾ സരിനെടുത്ത തീരുമാനത്തിനെ ഇന്നും ബഹുമാനിക്കുന്ന, ഇന്നും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറ്റേ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുണ്ട്. വീട് വാടക വീടാണ്, ഇവിടെ വന്ന് താമസിച്ചാണ്. ഇപ്പോഴും സരിന പാലക്കാട്ടെ ഞങ്ങളുടെ വീട്ടിലെ തന്നെയാണ്. എനിക്ക് ആ ഒരു സമയത്താണ് പലരും പറഞ്ഞത്, ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇലക്ഷൻ ക്യാമ്പയിനോ കാര്യത്തിനോ ഒന്നും പോയിട്ടില്ല. ഞാൻ ഇവിടെ ആയിരുന്നു. എനിക്ക് പോവേണ്ടി വന്നത്, ഞാൻ വോട്ട് ചെയ്യാൻ പോവാൻ തീരുമാനിച്ച് ഇരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് 2 ദിവസം മുന്നേ പോവേണ്ടി വന്നത് ഇങ്ങനൊരു പ്രശ്നം, ഒരു കാര്യമില്ലാതെ. എൻ്റെ പേരിൽ ഞാൻ 2018 വാങ്ങിയ വീടാണ്. എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു അസറ്റാണ്. എൻ്റെ അത്രയും കാലത്തെ ഒരു സമ്പാദ്യം കൊണ്ട് കുറേ ലോണൊക്കെ എടുത്ത് ഞാൻ വാങ്ങിയൊരു വീടാണ്. സ്വന്തമെന്ന് പറയാവുന്ന ഏക പ്രോപ്പർട്ടി. അതിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കേട്ട സരിൻ വേറൊരു വാടക വീട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു വാടക വീട് കൂടി നമുക്കുണ്ടായിരുന്നു, സ്വന്തം വീടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വ്യാജ വോട്ടാണ്, വ്യാജ വീടാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് പിന്നെ എനിക്കത് പോയിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം എൻ്റെ പേര് പറഞ്ഞു, സരിനെ മാത്രമല്ലല്ലോ പറയുന്നത്, എൻ്റെ പേരിലുള്ള വീടിനെ പറ്റിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം പറയുന്നത് അന്ന് വരെ ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരാളെ കുറിച്ച് ഉത്തരവാദപ്പെട്ട ഒരാളാണ് അന്ന് പറഞ്ഞത്. അന്ന് വിഷമം തോന്നിയിരുന്നോ? എന്താണ് വിഷമം തോന്നുക പറഞ്ഞാൽ ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഞാനിതൊന്നും പേഴ്സണലായിട്ട് എടുക്കുന്ന ആളല്ല. ഇതൊന്നും നമ്മളെ ഒരു ഉള്ളിലേക്കൊന്നും എടുക്കാറില്ല. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നേ. കാരണം പുറമേ വന്ന് എതിരഭിപ്രായം പറഞ്ഞ് ഫോണിൽ വിളിച്ചിട്ട് നന്നായി സംസാരിക്കുന്ന സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വേറെയാണ്, രാഷ്ട്രീയത്തിൽ പുറമെ കാണിക്കുന്നത് പലപ്പോഴും വേറെയാണ്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ കണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതെ. പക്ഷേ ഈ അണികൾക്കാണ് ഇത് അറിയാത്തത്. അണികളാണ് അനാവശ്യമായിട്ട് തെറി വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി സ്വരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഇവര് പലരും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ എന്നാലും ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അപ്പോൾ സരിൻ കോൺഗ്രസ് മാറി ഇടതുപക്ഷത്തേക്ക് വരുന്നു. സൗമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രണ്ട് പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലെ ഒരാൾക്ക് അറിയാൻ കൗതുകമുണ്ട്, ഏതാണ് സൗമ്യയുടെ രാഷ്ട്രീയം, എന്താണ്? ഞാൻ സരിൻ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് സൈബർ ബുള്ളിങ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം എന്താ തോന്നുന്നത്? ഞാൻ തോന്നുന്നു എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാര്യം ഇത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നതല്ല. എന്നെ സംബന്ധിച്ചിട്ട് ഈ സൈബർ ബുള്ളിങ് ആണ് മറ്റതിനേക്കാൾ നല്ലതെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുമോ ജസിത? സൈബർ ബുള്ളിങ് അത് ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും ഒന്നാണ്, അനുഭവിക്കുന്നവർക്ക് അതെല്ലാം ഒന്നാണ്. അപ്പോൾ സരിൻ പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയുടെ ഹെഡായിരുന്നു, അറിയാലോ, കോൺഗ്രസ് പ്രവർത്തിക്കുന്ന സമയത്ത്. അപ്പോൾ ഒബ്വിയസ്ലി വളരെ രൂക്ഷമായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഇൻഡയറക്ട്ലി ഞാനിടുന്ന ഒരു ബന്ധവും ഇല്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു പോസ്റ്റുകളും ഇടാറില്ല. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആ ദേഷ്യം എന്നോട് വന്ന് തീർക്കാറുണ്ട്. വീടിന്റെ ഫോട്ടോ ഇട്ടപ്പോൾ വരെ എത്രയോ. അപ്പോൾ ആ സമയത്ത് സരിൻ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് എന്റെയും എൻ്റെ മോളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വരെ ഞാൻ അതിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട്, ഞാൻ ഒരിക്കലും ഇന്ന പാർട്ടി എന്ന് പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ സംബന്ധിച്ചിട്ട് CPM സൈബർ ഗുണ്ടകളെന്നോ കോൺഗ്രസ് സൈബർ ഗുണ്ടകളെന്നോ BJP സൈബർ ഗുണ്ടകൾ അങ്ങനെ ഒരു തരംതിരിവൊന്നുമില്ല. ഇവരെല്ലാം ഒന്നാണ്. ഇവർക്കൊക്കെ ഒരേ നിറമേ ഉള്ളൂ. ഇതിന് പാർട്ടിയുടെ കൊടിയുടെ കളർ കൊടുക്കേണ്ട കാര്യമില്ല. സൈബർ മീഡിയയിൽ 2 തരം ആൾക്കാരേ ഉള്ളൂ. സൈബർ സ്പേസിനെ
ഫലപ്രദമായിട്ട്. വ്യക്തിപരമായി അല്ലെങ്കിൽ റെസ്പോൺസിബിളി ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ, അതിനറിയാത്ത ആളുകൾ. അപ്പോൾ ഞാനീ പറയുന്ന ആളുകളെല്ലാവരും അപ്പുറത്തെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ. അതായത് ഇവർക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണം, സംസ്കാരപരമായിട്ട് ഉപയോഗിക്കണം എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അറ്റാക്ക് എനിക്ക് അന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അന്നും കൃത്യമായിട്ടുള്ള എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ ജീവിക്കുന്നത് AKG സെന്ററിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടോ KPCCയിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടോ അല്ല. ഇവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുടുംബം ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു വിധേയത്വവും ഈ പറയുന്ന യാതൊരു പാർട്ടികളോടും ആവശ്യമില്ല. ഞാൻ എന്നെ എപ്പോഴും സമദൂരത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന അതെന്തുകൊണ്ടാണെന്ന് അറിയോ ജെസിത? ഞാൻ എപ്പോഴും നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എന്നുണ്ടെങ്കിൽ, നമുക്കൊന്നും നോക്കാതെ ഒരു അഭിപ്രായം പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി നമുക്കൊരു ഒരു ഒരു അദൃശ്യമായ ചങ്ങല നമ്മുടെ കാലിൽ ചുറ്റും ഉണ്ടായിരിക്കും. അതല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ സരിൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഒരു തെറ്റായ നയത്തിനെ സരിന് പരസ്യമായിട്ട് ഒരിക്കലും വിമർശിക്കാൻ സാധിക്കില്ല. അതങ്ങനെ ചെയ്യരുത്. അതാണ് ആ പാർട്ടിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അത് അവർ ആ ഒരു സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തിനോടോ പാർട്ടിയോടോ നമ്മൾ കാണിക്കേണ്ട വിധേയത്വമാണ്. അതൊരു പാർട്ടി പ്രവർത്തകന് വേണം. പക്ഷേ അങ്ങനെ ഒരു വിധേയത്വത്തിൽ മുന്നോട്ട് പോകാൻ എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും, അപ്പം അത് ടോക്കുകളാണെന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളാണെങ്കിലും അതെനിക്ക് പറയാൻ പറ്റണം. എനിക്ക് തോന്നുന്നു KMCCയുടെ പരിപാടിയിൽ ഇനി പങ്കെടുക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് ഞാൻ പറയാം, എന്തുകൊണ്ട് പങ്കെടുക്കില്ല, നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ വരും. എനിക്കെന്ത്, നോക്കൂ, എന്നെ നിങ്ങൾ വിളിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് ഞാനൊരു വ്യക്തിത്വം അല്ലെങ്കിൽ എനിക്കൊരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സരിൻ്റെ വാലായിട്ട് നിൽക്കുന്ന ഒരാളല്ല. എനിക്കങ്ങനെ സരിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ സൗമ്യയുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് സരിനെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സരിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്നെയും എനിക്ക് പരിചയപ്പെടുത്തേണ്ട തോന്നുന്നു കാര്യമില്ല. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്നൊരു പരിപാടിക്ക് വന്ന സമയത്ത് സംഘാടകർ സരിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് വിളിച്ചൊരു സമയത്ത് അങ്ങനെ ഒരു സ്ത്രീകളെ ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തില് ഇവിടെ മാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ജീവിച്ച് മരിച്ചു എന്ന് മാർക്ക് ചെയ്യാൻ ഡോക്ടർ സൗമ്യ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ എൻ്റെ ഒരു നല്ല ഡോക്ടർ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർത്തമാനം പറയുന്ന ഒരു അതിനേത് രീതിയിൽ, ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഇവിടെ എന്നെ മാർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരാളുടെ വാലായിട്ട് വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ഒരു മനുഷ്യനും അങ്ങനെ മാർക്ക് ചെയ്യപ്പെടരുത്. അത് അവരുടെ വ്യക്തിത്വത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു അനീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആരെന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാലും ആ പരിപാടിയുടെ മെറിറ്റ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. അവരെന്നെ വിളിക്കുന്നത് ഞാൻ ആ പരിപാടിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിനെ അവർ ബഹുമാനിക്കുന്നുണ്ടല്ലേ, അത് KMCC ആണോ, ഇൻകാസ് ആണോ, അല്ലെങ്കിൽ മാസ് ആണോ എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒബ്വിയസ്ലി അവരത് നോക്കും, ഇപ്പം നോക്കും, സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കില്ല. പക്ഷെ അത് അവരുടെ കാര്യം. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് ഒരിക്കലും കാണിക്കുന്ന ആളല്ല. പക്ഷെ സൗമ്യ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ പാർട്ടി ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൂടി ഒരു ആവശ്യമാണെന്ന് സൗമ്യ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ത്യയിൽ വേണം, അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയോട് എപ്പോഴെങ്കിലും ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും നല്ല നയങ്ങളോട് എനിക്ക് അടുപ്പമാണ്. നോക്കൂ, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ എന്താണ് തെറ്റ്? കമ്മ്യൂണിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ എന്താണ് തെറ്റ്? എല്ലാം നന്മ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇതിലൊന്നും നമുക്ക് ഒന്നിനോട് ശത്രുത തോന്നേണ്ട കാര്യം എന്താണ്? കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചിന്താഗതിയല്ലേ? ഇതിലൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടിയാണെങ്കിലും ഇത് കൃത്യമായ അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ അതിനോട് ചേർന്ന് നിന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ വ്യക്തിപരമായിട്ട് മാറുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും വ്യക്തികളായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് കോൺഗ്രസിലെ എന്തെങ്കിലും ആ വ്യക്തിയോട് നമുക്ക് ഒരു നീരസം തോന്നുമോ? അല്ലെങ്കിൽ ഞാൻ എന്നും ബഹുമാനത്തോടു കൂടി കാണുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സരിൻ കോൺഗ്രസ് നിന്ന സമയത്തും എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പം തോന്നിയ, ബഹുമാനം തോന്നിയ എത്രയോ നേതാക്കളുണ്ട്. അപ്പോൾ ഇതൊന്നും പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തികളാണ്. വ്യക്തിപരമായിട്ടുള്ള നന്മയാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ഞാനൊരു സുഹൃത്ത്, ഇപ്പം എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, ഇവരേത് പാർട്ടിയാണെന്നത് ഞാൻ എന്തിനാണ് നോക്കുന്നത്? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നോക്കാറുള്ളത് ആസ് എ പേഴ്സൺ, ആ വ്യക്തിയിൽ ഒരു നന്മയുണ്ടോ, എനിക്ക് ആ വ്യക്തി ഉൾക്കൊള്ളാൻ പറ്റുമോ, എന്നെ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള, ഇന്നിപ്പോൾ അതല്ലേ സംഭവിക്കണ, ചേരിതിരിവുകളാണ്. എത്രയോ നല്ല സുഹൃത്തുക്കൾ
ഈ പാർട്ടിയുടെയും മതത്തിന്റെയും പേരിൽ ഇപ്പോൾ അടികൂടി ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഇപ്പോൾ ഈ സരിന്റെയും സൗമ്യയുടെയും കാര്യം പറയണേ, ഇത്രയും നേരം സംസാരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സരിൻ ഒരു നല്ല സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ ഈ ആശയങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും തല്ലുപിടിക്കാറുണ്ടോ? പിന്നെ ഇവർക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇങ്ങനെ എന്നെ വന്നിട്ട് വിമർശിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് ശരിക്കുള്ള കാര്യം അറിയാത്തതുകൊണ്ടാണ്. സരിനോട് ചോദിച്ചാൽ അറിയാം, രാഷ്ട്രീയപരമായിട്ടും അങ്ങനെയുള്ള നിലപാടുകളുടെ പേരിലും സരിനോട് ഏറ്റവും കൂടുതൽ അടികൂടുന്ന ആളും ഏറ്റവും കൂടുതൽ സരിനെ വിമർശിക്കുന്ന ആളും ഞങ്ങൾ എത്ര തവണ പല തവണയും ഞങ്ങൾ അടികൂടി ദിവസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. അങ്ങനെ വരെ എനിക്ക് തെറ്റ്, എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് കാര്യം ഇവർ വിചാരിക്കുന്നത്, പലരുടെയും വിചാരം എന്താണെന്നറിയോ, നമ്മൾ ഭാര്യ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ചിന്താഗതിയുണ്ടല്ലോ, ഭർത്താവ് ചെയ്യുന്ന എല്ലാം ഭാര്യ അങ്ങ് എൻ്റെ ഭർത്താവ് അടിപൊളിയാണ്, എൻ്റെ ഭർത്താവ് ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്. ഒരിക്കലും അല്ല. തിരിച്ചു ഇങ്ങോട്ടും ഞാൻ ചെയ്യുന്നതെല്ലാം അടിപൊളിയാണ്, ഒരിക്കലും അല്ല. എനിക്ക് ഞാൻ എൻ്റെ ചിന്തകളിൽ ഇപ്പം ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആർഗ്യൂ ചെയ്യാണെന്ന് വെച്ചോളൂ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എൻ്റെ ചിന്തകളിലെ തെറ്റ് എന്താണെന്നുള്ളത് എണ്ണി സരിൻ പറയും. സരിൻ്റെ ചിന്തകളിൽ എനിക്ക് പറ്റാത്ത എന്താണെന്ന് ഞാൻ എണ്ണി പറയും. അത് കോൺഗ്രസിലായിരുന്നപ്പോഴും കമ്മ്യൂണിസ്റ്റിലായപ്പോഴും ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം സരിൻ പറയുന്ന ഒരു സ്റ്റാൻഡിനോട് ഞാൻ അങ്ങ് കംപ്ലീറ്റ് യോജിക്കുന്നു എന്നല്ല. ഇവരെക്കാൾ കൂടുതൽ ചിലപ്പോൾ സരിനെ ഞാൻ വിമർശിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പരസ്യമായിട്ട് ഞങ്ങൾ അടികൂടില്ല. അത് വ്യക്തികൾ തമ്മിലുള്ള വാഗ്വാദങ്ങളാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിലൊരു പരസ്പര ബഹുമാനമുണ്ട്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ സ്നേഹവും കൂടി. അതെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനവും കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്തുണ്ടാവുന്ന വാഗ്വാദങ്ങളാണ്. അത് എപ്പോഴും ഹെൽത്തിയാണ്. ആരോഗ്യപരമായിട്ടുള്ള അടികൾ ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും അതെന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. അപ്പോൾ സരിൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു. ഡോക്ടറെ എപ്പോഴും വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ അവൈലബിളാണ്. ഇപ്പോൾ ഡിജിറ്റൽ കാലത്തെ അല്ലെങ്കിൽ പുതിയ കാലത്തെ ഡോക്ടറാണ് എന്നുള്ളത്, ന്യൂജൻ ഡോക്ടർ എത്രത്തോളം സമൂഹ മാധ്യമങ്ങൾ ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് അതിനെ? കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറയുന്നത് ഏത് ജോലി അങ്ങനെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളൊരു പുഴയിൽ ഒഴുകുന്ന പോലെയാണ്. നമ്മളെവിടെയെങ്കിലും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആവും, നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളായി മാറും. അപ്പോൾ കെട്ടിക്കിടക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷൻ. ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അന്നത്തെ ട്രെൻഡ് എന്താണോ, അന്നെന്താണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ ആവുക, അതിപ്പോൾ ഇന്നത്തെ ജേർണലിസ്റ്റ് ആവുക, ഇന്നത്തെ പൊളിറ്റീഷ്യൻ ആവുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ടത്തെ കഥകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഉപയോഗിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ 2018 ഞാൻ എൻ്റെ പേജ് തുടങ്ങുന്ന സമയത്ത് വളരെ വിരലിലുണ്ടാവുന്ന ഡോക്ടർമാർ മാത്രമാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? 2025 നിങ്ങളൊന്ന് ഇൻസ്റ്റ തുറന്നു നോക്കൂ, എല്ലാ ഡോക്ടേഴ്സിനും ഇൻസ്റ്റാ പേജുകളുണ്ട്, അതിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഏർലി ആയിട്ട് അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് നമുക്കതിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ജോലിയിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ, ഞാൻ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർമാർക്ക് എന്നും ഉള്ളൊരു ചീത്തപ്പേര് ഇന്നും അതുണ്ട് കേട്ടോ. ഈ ഡോക്ടർമാർ, പേഷ്യൻസ്, ക്ലിനിക്ക്, ആ 4 ചുമരിൻ്റെ ഉള്ളിലാണ് ജീവിതം. ഇവർക്ക് പുറം ലോകമായിട്ട്, അത് ഇന്നും നല്ലൊരു ശതമാനം ഡോക്ടർമാരും അങ്ങനെയാണ്. വീട്ടിൽ പോയാലും പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള ചിന്ത എല്ലാം അങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ പേഷ്യൻസുമായിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പേഷ്യൻസിന് അവയർനെസ് കൊടുക്കാൻ, അവരോട് സംസാരിക്കാൻ, പേഷ്യൻസും അങ്ങനെയാണ്. ഇപ്പോൾ ജസീത്തയ്ക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോവില്ല. നമ്മൾ പലപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കും, ഇപ്പോൾ ചാറ്റ് GPT നോക്കും. ഡോക്ടറെ അടുത്ത് സംശയം ചോദിക്കാൻ നമ്മൾ ഒരിക്കലും പോവാറില്ല, നമുക്കൊരു അസുഖം വരുമ്പോഴാണ് പോവാറുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റിയുടെ അടുത്ത്. അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യൽ മാത്രമല്ല ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തം. എന്താണ് ശരി, എന്താണ് തെറ്റ്? നോക്കൂ, സോഷ്യൽ മീഡിയയിൽ ഈ മുറിവൈദ്യന്മാരെന്ന് നമ്മൾ പറയും അല്ലേ, ഈ ശാസ്ത്രീയതയ്ക്കെതിരെ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ്. അവരുടെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനും അതിനേക്കാൾ ഉപരി ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ വിധികളെ എതിർക്കാനും. ഇപ്പോൾ വാക്സിനേഷനെതിരെയുള്ള എത്ര ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. വാക്സിനേഷൻ, നിങ്ങൾ ആ വാക്സിൻ കൊടുത്താൽ കുട്ടിക്ക് ഓട്ടിസം വരും, നിങ്ങളുടെ റീപ്രൊഡക്ടിവിറ്റി കുറയും, എന്തൊക്കെ കാര്യങ്ങൾ. ഇതൊക്കെ വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ നമുക്കിടയിലില്ലേ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം,
ഒരു ആള് തെറ്റ് ഉറക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശരി എന്താണെന്നുള്ളത് അതിനേക്കാൾ ഉറക്കെ പറയുക എന്നുള്ളതാണ്. അല്ലാതെ അയാൾ തെറ്റാണ് പറയണം കേട്ടോ, അയാൾ തെറ്റാണ് പറയണം കേട്ടോ എന്ന് നമ്മൾ പതുക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി പറയണം, അതും അതിനേക്കാൾ ഉറക്കെ പറയണം. അപ്പോഴാണ് ആളുകൾ ശരി കേൾക്കൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷെ അതെനിക്ക് വലിയൊരു രീതിയിലുള്ള അക്സെപ്റ്റൻസ് തന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് സരിൻ പറഞ്ഞത് ഞാൻ ഇന്നത്തെ ഡോക്ടറാണ്. കാര്യം ഞാൻ ഇന്ന് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ കാലത്തിനനുസരിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സൗമ്യയുടെ പുസ്തക പ്രകാശനത്തിന്റെ സമയത്ത് അഖില എന്ന് പറയുന്ന സൗമ്യയെ എപ്പോഴും കാണാൻ വരുന്ന, മക്കൾക്ക് വേണ്ടി കാണാൻ വരുന്ന ഒരു അമ്മയാണ് അന്ന് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരു അത്രയും അടുപ്പമുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളൊരു തീരുമാനം എപ്പോഴാണ്? അത് ഞാൻ വളരെ ആകസ്മികമായിട്ട് എടുത്തൊരു തീരുമാനം കേട്ടോ. പക്ഷേ ഞാൻ എടുത്ത നല്ല തീരുമാനങ്ങൾ, ഏറ്റവും ബെസ്റ്റ് തീരുമാനങ്ങൾ ഒരു തീരുമാനമായിരുന്നു അത്. കാരണം വളരെ സിൻസിയർ ആയിട്ട് അവരുടെ അനുഭവമാണ് അവർ പറയുന്നത്. അതെ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ബുക്കിന്റെ പ്രകാശനം നമ്മൾ തീരുമാനിച്ചു, ഡേറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഏത് സെലിബ്രിറ്റിയെ കൊണ്ടാണ് ബുക്ക് പ്രകാശനം ചെയ്യിപ്പിക്കുന്നത്, ആരാണ് ഏറ്റുവാങ്ങുന്നത്, ആരാണ് സെലിബ്രിറ്റി, ആരെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനും തുടക്കത്തിൽ ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഈ സെലിബ്രിറ്റി. ഇപ്പോൾ സെലിബ്രിറ്റികളെ വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ വന്ന് നമ്മളെപ്പറ്റി വലിയ ബോധ്യമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. സ്പോട്ടിലായിരിക്കും പുസ്തകം അവിടെ അധിക ശതമാനം അങ്ങനെയാ. വരുന്ന പോസ്റ്റിൽ ഒന്ന് ബുക്ക് മറിച്ചു നോക്കിയിട്ട് ആമുഖം എന്താ നോക്കിയിട്ടാണ് അവിടെ പലരും ബുക്കിനെ പറ്റി ഇങ്ങനെ വളരെ വിശദമായി പറയുന്നത്. ചിരി വരും. അപ്പോൾ നമുക്കറിയാം ഇവർക്ക് ഒന്നും അറിയില്ല ബുക്കിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ എഴുതിയ ആളെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തിനപ്പോൾ അങ്ങനെ, നമുക്ക് എന്താ അതിൻ്റെ ആവശ്യം, അങ്ങനെ ഒരു ഫേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നെ പറ്റി ആത്മാർത്ഥമായിട്ട്, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും, അതായിരിക്കില്ലേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് ആദ്യം എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്കിൻ്റെ കവർ പിക്ക് ഉണ്ട്, ഒരു കുഞ്ഞു വാവ, ജനിച്ച ദിവസങ്ങൾ മാത്രമുള്ള ഒരു വാവയാണ് അത് കേട്ടോ, ശരിക്കുള്ള വാവയാണ്. പലരും ചോദിച്ചത് AI ആണോ? AI അല്ല. ഞാൻ എൻ്റെ മെഡ്കെയർ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് നഴ്സ് ടോൾസിയുടെ ബേബിയാണ് അത്. അപ്പോൾ ടോൾസി പ്രസവം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ബേബിയെ കൊണ്ടൊരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ടോൾസിയുടെ അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു എല്ലാവരും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ടോൾസിയോട് കൺസെന്റ് ഒക്കെ എടുത്ത്, അപ്പോൾ ടോൾസി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ എൻ്റെ കുഞ്ഞിപ്പം തന്നെ ഒരു കവർ പിക്കൊക്കെ സെലിബ്രിറ്റി ആവാറോ, എനിക്ക് നല്ലതല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക്. അപ്പം വളരെ ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ടു ഹർ. അപ്പം എനിക്ക് ആദ്യം ടോൾസിയെ കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷേ ടോൾസി നാട്ടിൽ പോയി, പ്രസവം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അഖില പിന്നെ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന അഖില. കാരണം ഞാൻ 2023 ജോയിൻ ചെയ്ത മുതൽ അഖിലയ്ക്ക് 3 മക്കളായി. ഇപ്പോൾ ആദ്യത്തെ ആളെ എന്നെ കാണിച്ചു, പിന്നെ രണ്ടാമത്തെ ആളാന്ന് വളരെ കുഞ്ഞിതാ, അവന് മാസങ്ങളേ ഉള്ളൂ, അവനെ പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇപ്പം മൂന്നാമതൊരു വാവുണ്ടായി, അത് കുഞ്ഞി മോളാണ്. ആദ്യത്തെ 2 ആൺകുട്ടികളാണ്. കുഞ്ഞു മോളും ഞാനാണ് നോക്കിയത്, അവളെ ഇപ്പം എന്നെ കാണിക്കണേ. അപ്പം ഞാൻ വെച്ചു അഖിലയാണെങ്കിൽ പിന്നെ അഖില നന്നായി സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ വർത്താനം പറയും. അപ്പോൾ എനിക്കും വർത്താനം പറയാൻ ഇഷ്ടം. അപ്പോൾ അഖില വന്നു കഴിഞ്ഞാൽ മക്കളുടെ കാര്യം, വീട്ടിലെ കാര്യം ഒക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഡോക്ടർ പേഷ്യൻ്റ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല, ആസ് എ ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അഖിലേനെ. അപ്പോൾ അങ്ങനെ ചില ഫാമിലി അടുത്ത് നമ്മൾക്കൊരു അടുപ്പം തോന്നുമല്ലോ. അപ്പോൾ ഞാൻ അഖിലേനെ വിളിച്ചു, ഞാൻ പറഞ്ഞു അഖില ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അഖില പാവം ആകെ ബേജാറായി. അപ്പോൾ അയ്യോ എൻ്റെ ഡോക്ടറെ ഞാൻ ഇതുവരെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പോൾ ഡോക്ടറുടെ ബുക്ക് പ്രകാശനം എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുണ്ടാവില്ലേ, ഞാൻ ഇതുവരെ 4 പേരുടെ മുമ്പിൽ നിന്നിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയുക, ഡോക്ടർ എന്ത് പറയണോ ഞാൻ അതുപോലെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു അഖില അത് വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. അഖില അതൊരു പ്രസംഗമല്ല, അഖില അവിടെ വന്ന് ഇന്നത് പറയണം ഒന്നുമില്ല. അഖിലയ്ക്ക് എണീറ്റ് നിൽക്കുമ്പോൾ എന്നെ പറ്റി ആത്മാർത്ഥമായിട്ട് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ഇതിലൊരു പ്രിപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട. ഇത്ര മിനിറ്റാണ് അഖിലയ്ക്കുള്ളതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത്രാമത്തെ തവണയാണ് അഖിലെ വിളിക്കുക, ബാക്കി ഒന്നും പറയണ്ട. ഓർഗാനിക് ആയിട്ട് എന്താ പറയാൻ പറ്റണ വെച്ചാൽ അതിനി നല്ലതായാലും ചീത്തയാണെങ്കിലും ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസീത കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് അതിലും മീതെ എന്ത് സന്തോഷമാണ് നമുക്ക് കിട്ടുക. ഒരു ഡോക്ടർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ട്രോഫിയാണത്. അപ്പോൾ പിന്നെ ബുക്ക് പ്രകാശനം ചെയ്തത് എൻ്റെ CEO ആണ്, ഡോക്ടർ ഷാനില. ഞാൻ പറഞ്ഞു എനിക്ക് ബഹുമാനം, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആദരിക്കുന്ന സ്ത്രീകളിൽ ഒരു വലിയ ഓർഗനൈസേഷൻ്റെ CEO ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എത്ര സ്ത്രീകളുണ്ട് CEOs നമുക്ക് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ, അവരത്രയും നന്നായിട്ട് ഞങ്ങളുടെ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത്. എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാമിനെ എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യാനും അഖിലേനെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഓർഗനൈസേഷൻ്റെ, എൻ്റെ ഹോസ്പിറ്റലിൻ്റെ CEO നമ്മുടെ ഒരു പേഷ്യൻ്റ് പറയുന്ന റിവ്യൂ ലൈവായിട്ടിരുന്ന് കേൾക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് കിട്ടാനില്ല. എൻ്റെ അച്ഛൻ അത് ഇരുന്ന് കേൾക്കുന്നുണ്ട്, എൻ്റെ മോൾ അതിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ബാക്കിയൊക്കെ അവളെ എനിക്ക് 0 മാർക്ക് തന്നാലും ഡോക്ടർ എന്ന രീതിയിൽ എന്നെ വലിയ ബഹുമാനാ. അതെ അതെ, അതിൽ കണ്ടായിരുന്നു മോൾ എഴുതിയത്. അപ്പോൾ അവള് എൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ ഇതിന്
പ്രകാശനത്തിന്, പാലക്കാട് നടന്ന പ്രകാശനത്തിന് അവളൊരു അവളെ പെട്ടെന്ന് ആ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഇപ്പം അഖിലെ വിളിച്ച പോലെയാണ്. അവൾ സംസാരിച്ചു. അവൾ കുറച്ചൊരു ഷൈ ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അധികം സംസാരിക്കില്ല, അങ്ങനെ സോഷ്യലല്ല. അപ്പോൾ സരിൻ പെട്ടെന്ന് അവളെ വിളിച്ചത്. അപ്പം ഞാൻ ആകെ പേടിച്ചു പോയി, അവൾ എന്താ പറയുക. പക്ഷേ അഖിലെ പോലെ ഒരു കുഞ്ഞു പ്രസംഗം അവിടെ ചെയ്തത്. അവൾ അന്ന് പറഞ്ഞൊരു വാചകം അത് എൻ്റെ മനസ്സിൽ, എൻ്റെ മരണം വരെ ഞാൻ ട്രഷർ ചെയ്യും. ഈ ബുക്ക് എഴുതിയിരിക്കണ എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ അതിലെല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ മക്കളത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാര്യം അവർ നമുക്ക് തരുന്ന വലിയൊരു ബഹുമതിയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അവിടെ വേറെ ഏത് വലിയ സെലിബ്രിറ്റി വന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് ആ സന്തോഷം കിട്ടുമായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഞാൻ എടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരുന്നു അഖിലേനെ വിളിക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തോറ്റ MLA എന്നുള്ളതാണല്ലോ തോറ്റ MLA പിരായിരി. ഇനി ഒരു ഇലക്ഷന്റെ ഒരു ഇതിലേക്ക് കൂടി പോവുകയാണ് കേരളം. MLA ആയി കാണുമോ? MLAയുടെ ഭാര്യയായിട്ട് വീണ്ടും ഈ പോഡ്കാസ്റ്റിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാവുമോ സൗമ്യ? എൻ്റെ ജസീത, എനിക്ക് എന്നും ഇന്ന് സരിൻ എങ്ങനെയാണോ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഡോക്ടർ സരിൻ പിയുടെ ജീവിത പങ്കാളിയായിട്ട് അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാറരുത് എന്ന് മാത്രമാണ് എൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ. അല്ലാതെ MLAയോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആവുന്നൊന്നും വിചാരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ MLA ആയിട്ട് മന്ത്രി കൊച്ചമ്മയൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ 17 വയസ്സിൽ 1999 എൻ്റെ SLC കഴിഞ്ഞു. 2001 ഞാൻ എൻ്റെ MBBSന് ജോയിൻ ചെയ്തു. MBBSന് എൻ്റെ വീട്ടുകാർ സർക്കാർ ഫീസ് അടച്ചിട്ട് എന്നെ ചേർത്തു. എൻ്റെ ഹൗസ് ഏജൻസി മുതലാണ് സ്റ്റൈപ്പൻഡ് കിട്ടി തുടങ്ങുക. അന്നൊക്കെ തുച്ഛമായിട്ടുള്ള സ്റ്റൈപ്പൻഡാണ്. 2005, 2006 എൻ്റെ ഹൗസ് ഏജൻസി. അന്ന് മുതൽ എൻ്റെ വീട്ടുകാരെ എന്താ പറയുക, എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് എൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് ഒരു പൈസ വാങ്ങാതെ ജീവിക്കണമെന്നുള്ള വളരെ നിർബന്ധ ബുദ്ധിയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് സരിൻ അന്ന് സിവിൽ സർവീസ് കിട്ടിയിട്ട് 2009 to 2011 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ പീഡിയാട്രിക്സിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഞങ്ങൾ 2009 കല്യാണം കഴിഞ്ഞ് സരിൻ നേരെ ട്രെയിനിങ്ങിന് വേണ്ടി പോവുക. സരിന് ഒരു ഇൻകമും ഇല്ല. അന്നും എൻ്റെ സ്റ്റൈപ്പൻഡിലാണ് ഞങ്ങൾ രണ്ടുപേരും, എനിക്കും ജീവിക്കണം, സരിന് അയച്ചു കൊടുക്കും വേണം, അങ്ങനെ ജീവിച്ചവരാണ് ഞങ്ങൾ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ആയിട്ട് അങ്ങ് കൊച്ചമ്മ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ വലിയൊരു മഹത്വമായിട്ട് പറയുന്നതല്ല. ഞാൻ എന്നും ആഗ്രഹിച്ചിരിക്കുന്നത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളുടെയും വാലായിട്ട് അറിയപ്പെടാതെ എനിക്ക് കിട്ടുന്ന എൻ്റെ ആവശ്യങ്ങൾക്കുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അതെപ്പോഴും പലരും പറയും അഹങ്കാരമാണ്. അത് അഹങ്കാരമല്ല, അത് അധ്വാനത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്, എൻ്റെ ആത്മാഭിമാനമാണത്. അപ്പോൾ അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അത് എന്തിന് ഞാൻ മടിക്കണം? ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അത്രയും നല്ലൊരു ശമ്പളം വാങ്ങി ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ യാത്രകൾ, ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിത രീതികൾ, ഇതൊക്കെ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ. ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനും ഇന്ന് സാധിക്കും. എത്രയോ കാലം ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒരു എന്താ പറയുക, ഒരു അപകർഷതാബോധം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, സരിന് ഇങ്ങോട്ടും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടി ആണ്. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് എനിക്കില്ലെങ്കിൽ സരിനും, സരിനില്ലെങ്കിൽ ഞാനും ഉണ്ടായിരിക്കും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും, അത് ഇമോഷണലി ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇത്രയും താഴ്ന്നു ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് MLA ആയതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നുള്ള അർത്ഥമുണ്ടോ? മന്ത്രി ആയതുകൊണ്ട് എല്ലാം, ഇപ്പോൾ MLA ആയതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് MLA ആയാൽ എല്ലാം തികഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കണോ? ഒരിക്കലുമില്ല. ബേസിക്കലി എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് ജീവിക്കട്ടെ, അയാളുടെ ജീവിത പങ്കാളിയായിട്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അല്ലാതെ ഈ പറയുന്ന പോലെയുള്ള ഒരു സ്ഥാനമാനങ്ങളും ഒരിക്കലും ഞാനോ സരിനോ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനെ പറ്റിയിട്ട് ഓവറായിട്ടുള്ള പ്രതീക്ഷകളോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിപ്രഷനോ ഒന്നും ഞങ്ങൾക്ക് വരില്ല. ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. ചിലപ്പോൾ മത്സരിക്കും, ചിലപ്പോൾ മത്സരിക്കാതിരിക്കും. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെയല്ല. മത്സരിച്ചാൽ ചിലപ്പോൾ തോക്കും ചെയ്യിക്കും. എൻ്റെ ഭർത്താവ് 2 ഇലക്ഷനിലും മത്സരിച്ചു, 2 ഇലക്ഷനിലും തോറ്റു. ഇതിലെന്താണ് നാണക്കേട്? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ഭർത്താവ് അന്നും നല്ലൊരു മനുഷ്യനാണ്, ഇന്നും നല്ല മനുഷ്യനായിട്ട് മുന്നോട്ട് ജീവിക്കുന്നു. അത് മതിയെന്നേ. തോറ്റ MLA ആയാലും പിരായിരി ആയാലും എനിക്ക് അത് മതി, ധാരാളം. എല്ലാ കാലത്തും സൗമ്യ എന്നുള്ളത് സൗമ്യ തന്നെ ആയിരിക്കാൻ, അങ്ങനെ തന്നെ ആവട്ടെ.
ഒരുപാട് കാലം സന്തോഷത്തോടെ കുടുംബജീവിതം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഡോക്ടർ എന്ന നിലയിൽ ഇപ്പോൾ അഖിലയെ പോലുള്ള ഒരുപാട് പേർ ധാരാളം നല്ല അമ്മമാരെ വാക്കുകൾ, അതെ അതെ, നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കുന്നതാണല്ലോ ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സൗമ്യ. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ താങ്ക് യു.